ഹായ് മക്കളെ, 2025 പ്ലസ് ടു ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കൊപ്പം നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും ആരംഭിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീറ്റ് എക്സാം എന്ന് പറയുന്നത് ബോർഡ് എക്സാം പോലെയല്ല എന്ന കാര്യവും നമുക്കറിയാം. കാരണം 23 ലക്ഷത്തിലധികം കുട്ടികളോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്ട്രെസ് ഫ്രീ ആയി, അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റോട് കൂടി എങ്ങനെയാണ് നമുക്ക് ഒരു നീറ്റ് എക്സാം എഴുതാൻ സാധിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ: മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ എഴുതി പരിശീലിക്കുക എന്ന് മാത്രമാണ് അതിൻ്റെ ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈലം നിങ്ങൾക്കായി ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് അവതരിപ്പിക്കുകയാണ്. ഏകദേശം 12ഓളം മൊഡ്യൂൾ എക്സാമുകളും 4 മിനി നീറ്റ് എക്സാമുകളും 11 മെഗാ ടെസ്റ്റുകളും അടങ്ങുന്ന, മെഗാ ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ അതേ പാറ്റേണിലുള്ള 11 എക്സാമുകൾ കൂടി നിങ്ങൾ എഴുതും. അപ്പോൾ 200 ചോദ്യങ്ങളിൽ 180 ചോദ്യങ്ങൾ, അതാണല്ലോ നീറ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ആ പാറ്റേണിലുള്ള 11 മെഗാ ടെസ്റ്റുകൾ കൂടി അടങ്ങുന്ന സൈലത്തിൻ്റെ ഒരു എക്സാം സീരീസ്, ഒരു മോക്ക് എക്സാം സീരീസ് നിങ്ങൾക്കായി സൈലം അവതരിപ്പിക്കുകയാണ്. ഏകദേശം 3600+ ചോദ്യങ്ങൾ സൈലത്തിൻ്റെ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് തയ്യാറാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ആപ്പിൽ കാണുന്ന ടൈം ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതി 6 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല, പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ എല്ലാം സൊല്യൂഷൻസ് കൂടി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2025 നീറ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന ഏതൊരാൾക്കും ഇതൊരു വൻ അവസരമാണ്. കാരണം 999 രൂപയുണ്ടായിരുന്ന നമ്മുടെ ഈ പറയുന്ന ഒരു എക്സാം സീരീസിന് ഇപ്പോൾ 30% ഡിസ്കൗണ്ടിൽ 699 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. സോ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത്. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്. സൈലം ആപ്പിലൂടെ എക്സാം സീരീസ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എക്സാം സീരീസ് പർച്ചേസ് ചെയ്യുക. ഈ അവസരം മിസ്സാക്കാതിരിക്കുക.